ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് കെമിസ്ട്രിയിലെ VSEPR തിയറി. VSEPR തിയറി എന്ന് പറയുമ്പോൾ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൂയിസ് തിയറി പഠിച്ചിട്ടുണ്ട്. ലൂയിസ് തിയറി വെച്ചിട്ട് നമുക്ക് എത്ര ബോണ്ട് പെയർ ഉണ്ട്, എത്ര ലോൺ പെയർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അത് വെച്ചിട്ട് നമുക്കൊരു ഷേപ്പോ അല്ലെങ്കിൽ ജോമെട്രി ഒരു മോളിക്യൂളിൽ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? VSEPR തിയറി യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫുൾ ഫോം ഞാൻ ഓൾറെഡി പറഞ്ഞു, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, ജോമെട്രിയും ഷേപ്പും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ VSEPR തിയറി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ മോളിക്യൂൾ എഴുതുവാണ്. BF3 എന്നൊരു മോളിക്യൂളും NH3 എന്നൊരു മോളിക്യൂളും ഞാൻ എടുക്കുകയാണെങ്കിൽ, സി ഹൗ ഐ എം റൈറ്റിംഗ് ദ സ്ട്രക്ചർ. ഇപ്പൊ ബോറോണിന്റെ കേസിൽ ബോറോൺ ആണ് സെൻട്രൽ ആറ്റം എങ്കിൽ അതിന് ചുറ്റും 3 ഫ്ലൂറിൻ ഉണ്ട്. സോ 1 ഫ്ലൂറിൻ ഹിയർ, അനദർ ഫ്ലൂറിൻ, നെക്സ്റ്റ് ഫ്ലൂറിൻ. സോ BF3ക്കുള്ള സ്ട്രക്ചർ ആണ് ട്രയഗണൽ പ്ലെയിനാർ സ്ട്രക്ചർ. അതേസമയം സെയിം ഫോർമുലയുള്ള സെയിം ടൈപ്പ് ഓഫ് ഫോർമുലയുള്ള NH3 നൈട്രജൻ, ഹൈഡ്രജൻ, 3 ഹൈഡ്രജൻസ് ഐ എം അറേഞ്ചിങ് ലൈക്ക് ദിസ്, പിന്നെ ഒരു ലോൺ പെയർ. അതായത് ഇവിടെ നിങ്ങൾ ഒരിക്കലും ട്രയഗണൽ പ്ലെയിനാർ സ്ട്രക്ചർ അല്ല കാണുന്നത്. ഇവിടെ കാണുന്ന സ്ട്രക്ചർ ആണ് പിരമിഡൽ സ്ട്രക്ചർ. അപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ BF3ക്കും NH3ക്കും ഒരേ ഫോർമുലയാണ്. BF3 ബോറോൺ, അതിനെ സറൗണ്ട് ചെയ്ത് 3 ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. നൈട്രജൻ, അതിനെ സറൗണ്ട് ചെയ്ത് 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. എന്നിരുന്നാലും രണ്ടുപേരുടെയും സ്ട്രക്ചർ നോക്കുമ്പോൾ ഒരാൾ ട്രയഗണൽ പ്ലെയിനാറും ഒരാൾ പിരമിഡലുമാണ്. അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നത്? അതാണ് നമ്മൾ എന്തിൽ കൂടി പഠിക്കാൻ പോകുന്നത്? VSEPR തിയറിയിൽ കൂടി പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഏതൊരു തിയറിക്കും കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് ഉള്ളതുപോലെ VSEPR തിയറിക്കും എന്തുണ്ട്? കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് പോസ്റ്റ്ലേറ്റ്സ് ഞാൻ പറയാം. അതായത് ഫസ്റ്റ് പോയിന്റ്, നമ്മളിവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് കണ്ടുപിടിക്കും. Geometry and shape of the molecule is decided by the total number of electron pairs surrounding the central atom. That's the first point. The shape and geometry of the molecule is determined by the total number of electron pairs. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. എത്ര ഇലക്ട്രോൺ പെയർസ് ഉണ്ടോ ആ ഇലക്ട്രോൺ പെയർസ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ഒരു മോളിക്യൂളിന്റെ ജോമെട്രി എന്താണ്, ഷേപ്പ് എന്താണെന്ന്. രണ്ടാമത്തെ പോയിന്റ്, ഇത് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് എന്ത് ചാർജ് ഉള്ളത്? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ളപ്പോൾ ഈ നെഗറ്റീവ് ചാർജസ് തമ്മിൽ റിപ്പിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ റിപ്പിൾ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് മോർ എനർജിയാണ്. മോർ എനർജി ലീഡ്സ് ടു ലെസ് സ്റ്റെബിലിറ്റി. അപ്പോൾ എന്ത് ചെയ്യും? ദീസ് ഇലക്ട്രോൺ, നമുക്ക് ഇലക്ട്രോണിനെ ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസിൽ അവരെ പ്ലേസ് ചെയ്യുന്നതായിരിക്കും ഉചിതം. അതാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത്. ഞാൻ പോയിന്റ്സ് എല്ലാം വളരെ ബ്രീഫ് ആയിട്ടാണ് എഴുതുന്നത്. സോ ഇവിടെ ഇലക്ട്രോൺ പെയർസ്, ഇവിടെ ഞാൻ ഷോർട്ട് ഫോം യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിന് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ മൈനസ് ആണ്. ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ഈച്ച് അതർ. ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ചെയ്യുമ്പോൾ അവർ തമ്മിൽ എന്തുണ്ടാകാം? മാക്സിമം റിപ്പൾസീവ് ഫോഴ്സ് വിൽ ബി ലീഡിംഗ് ടു ദി എനർജി, ഹയർ എനർജി. അപ്പോൾ എനർജി കൂടുമ്പോൾ അവരുടെ സ്റ്റെബിലിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. സോ ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ഈച്ച് അതർ. സോ these electron pairs are placed maximum apart. അതാണ് നെക്സ്റ്റ് പോയിന്റ്. തേർഡ് പോയിന്റ്, ഇനി എങ്ങനെയാണ് ഇവരുടെ ഇലക്ട്രോൺസ്? നമുക്കറിയാം പല രീതിയിൽ ഇലക്ട്രോൺ പെയർസ് ഞാൻ പറഞ്ഞാലും പല രീതിയിലുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. അത് ബോണ്ടഡ് ഇലക്ട്രോൺ പെയർസും ഉണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ പെയർസും ഉണ്ട്. അപ്പം എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? VSEPR തിയറിക്ക് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. നമുക്ക് ബോണ്ടഡ് ഇലക്ട്രോൺസും ഉണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഉള്ളപ്പോൾ എങ്ങനെയായിരിക്കും റിപ്പൾസീവ് ഫോഴ്സ്? അതായത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ റിപ്പൾഷൻ വിൽ ബി മാക്സിമം. Then comes lone pair of electrons and bond pair of electrons. Then comes bond pair of electrons and bond pair of electrons. ഇങ്ങനെയായിരിക്കും അവരുടെ റിപ്പൾസീവ് ഫോഴ്സ്. അതായത് ലോൺ പെയർ ഉള്ളപ്പോൾ ലോൺ പെയറും തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും മാക്സിമം.
അതിനുശേഷം ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ്, അതിനുശേഷമാണ് ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് വരിക. ഇവിടെ നോക്കുമ്പോൾ ഇപ്പൊ ലോൺ പെയർ എന്താണ്, ബോണ്ട് പെയർ എന്താണ് എന്നുള്ളത് ഞാൻ ഒന്നും കൂടി വിശദീകരിക്കാം. പക്ഷെ നമ്മൾ ഇപ്പൊ തൽക്കാലം ഞാൻ അതിന്റെ ഒരു കമ്പാരിസൺ മാത്രമേ എഴുതുന്നുള്ളൂ. ഇനി എത്ര സ്ട്രക്ചേഴ്സ്, ഇപ്പൊ VSEPR നമുക്ക് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം VSEPR തിയറി എല്ലാ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സിനും വേണ്ടിയും പോസിബിൾ ആണ്. സോ VSEPR തിയറി is applicable for all resonating structures. ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് VSEPR തിയറി ഞാൻ പറയുന്നത്. ഇനി നമുക്ക് സ്ട്രക്ചറിലേക്ക് പോകാം. പക്ഷെ അതിനു മുന്നേ എന്താണ് ലോൺ പെയർ, എന്താണ് ബോണ്ട് പെയർ നമുക്ക് ആദ്യം നോക്കാം. NH3 എന്നൊരു മോളിക്യൂൾ ഞാൻ എടുക്കുകയാണ്. അപ്പൊ സെൻട്രൽ ആറ്റം, ഒറ്റയ്ക്ക് നിൽക്കുന്ന ആറ്റമാണ് നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റുക, സെൻട്രൽ ആറ്റം ആയിട്ട് എടുക്കാം, നൈട്രജൻ. അപ്പൊ നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാവർക്കും അറിയാം. 1s2 2s2 2p3. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫോർ നൈട്രജൻ. ഇതിൽ വാലൻസ് ഇലക്ട്രോൺസ് എന്താണ്? വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഇലക്ട്രോൺസ്. ആ കേസിൽ നിങ്ങൾക്കറിയാം 2s2 2p3 ആണ് ഔട്ടർ മോസ്റ്റ് ഷെൽ വരിക. അതിൽ എത്ര ഇലക്ട്രോൺസ് കാണുന്നു? 5 ഇലക്ട്രോൺസ്. സോ 5 ഇലക്ട്രോൺസ് ആണ് നൈട്രജന്റെ വാലൻസ് ഇലക്ട്രോൺ. അത് ഞാൻ റെപ്രസെന്റ് ചെയ്യുവാണ്. 1 ഇലക്ട്രോൺ ഐ എം ഗിവിംഗ് ഹിയർ, 1 ഇലക്ട്രോൺ ഇവിടെ, 1 ഇലക്ട്രോൺ ഇവിടെ, ബാക്കി 2 ഇലക്ട്രോൺ ഇവിടെയും കൊടുക്കുന്നു. ഇനി ഈ നൈട്രജൻ ആരുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്? ഹൈഡ്രജനുമായിട്ട്. സോ ഹൈഡ്രജൻ ഓൾസോ വിൽ ഗീവ് 1 ഇലക്ട്രോൺ. ഓരോ ഹൈഡ്രജനും ഓരോ ഇലക്ട്രോണിനെ വെച്ച് കൊടുക്കുന്നു. സോ ഇതൊരു ബോണ്ട് പെയർ ആണ്. എന്താണ് ബോണ്ട് പെയർ എന്ന് എന്തായാലും പറയാം. ഇവിടെയും ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു, ഇവിടെയും ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ഓൾറെഡി നിങ്ങൾ കണ്ടു, ഇവിടെ NH3 എന്നൊരു മോളിക്യൂൾ ആണ്. നമ്മൾ വി ആർ ഡീലിംഗ് വിത്ത് NH3 മോളിക്യൂൾ. നൈട്രജൻ ഈസ് ബോണ്ടിങ് വിത്ത് 3 ഹൈഡ്രജൻ ആറ്റം. സോ നൈട്രജൻ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നു, ഓരോ ഇലക്ട്രോണിനെ വെച്ച് കൊടുക്കുന്നു, ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ 2 ഇലക്ട്രോൺ, അപ്പൊ നൈട്രജൻ ചുറ്റും എത്ര ഇലക്ട്രോൺ പെയർസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1 2 3 4 5 6 ഇലക്ട്രോൺസ് ഉണ്ട്. 6 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺ പെയർസ് ഉണ്ട്. 3 ഇലക്ട്രോൺ പെയർസ് ഉണ്ട്. പിന്നീട് 2 ഇലക്ട്രോൺ നമുക്ക് ഇവിടെ കാണാമല്ലോ. ഈ 2 ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല. അപ്പൊ ഈ 2 ഇലക്ട്രോണിനെ നമ്മൾ എന്ത് വിളിക്കുക? ലോൺ പെയർ എന്ന് വിളിക്കുന്നു. ലോൺ പെയർ നമുക്ക് ഷോർട്ട് ഫോം യൂസ് ചെയ്യാം, LP എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺസ് ലോൺ പെയർസും ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോൺസ് ബോണ്ട് പെയർസും ആയിരിക്കും. അപ്പോൾ നൈട്രജന്റെ കേസിൽ ഇപ്പൊ നോക്കിക്കേ, 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 3 ഹൈഡ്രജൻ എന്തായിട്ടാണ് ഇരിക്കുന്നത്? ബോണ്ട് പെയർ ആയിട്ട് ഇരിക്കുന്നു. ഒരെണ്ണം ലോൺ പെയർ ആയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ വരച്ച് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, എത്ര ബോണ്ട് പെയർ ഉണ്ട്, എത്ര ലോൺ പെയർ ഉണ്ട്. ഒരു സ്ട്രക്ചറിനെ ഫോം ചെയ്യാൻ വേണ്ടി അതിനൊരു ഇക്വേഷൻ ഞാൻ തരാം. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു കെമിക്കൽ ബോണ്ടിംഗ് എന്നുള്ള ചാപ്റ്ററിലെ മോസ്റ്റ് ഓഫ് ദ ടോപ്പിക്സ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതാണ്, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രോൺ പെയർസ് ഈസ് ഗിവൺ ബൈ valence electron of central atom plus monovalent species. So monovalent species എന്ന് പറഞ്ഞാൽ എന്താണ്? valency will be 1. അതിന് എക്സാമ്പിൾ ആണ് യൂഷ്വലി ഹൈഡ്രജനെ എടുക്കാം, നമുക്ക് ഹാലോജനെയും എടുക്കാം. ഓക്കെ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആണ് ഹാലോജനകത്ത് വരിക. അപ്പോൾ ഹൈഡ്രജനും ഹാലോജനുമാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? മോണോവാലന്റ് സ്പീഷീസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. പ്ലസ് ഓർ മൈനസ് ടോട്ടൽ ചാർജ്. അത് നമുക്ക് ഓരോ മോളിക്യൂളും എടുക്കുമ്പോൾ എങ്ങനെയാണ് പ്ലസ് ഓർ മൈനസ് വരുന്നത് ശ്രദ്ധിക്കാം. ടോട്ടൽ ചാർജ് ദി ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഹൗ മെനി ഇലക്ട്രോൺ പെയർസ് ആർ അറൌണ്ട് എ സെൻട്രൽ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര ഇലക്ട്രോൺ പെയർസ് ഉണ്ട്? ഈ ഇലക്ട്രോൺ പെയർസിൽ ബോണ്ട് പെയർസും ഉണ്ടാകാം, ലോൺ പെയർസും ഉണ്ടാകാം. പക്ഷെ ഇതുവഴി നമുക്ക് കിട്ടുന്നത് എന്താണ്? എത്ര ലോൺ പെയർസ്, എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് എന്നുള്ളതാണ്. അപ്പൊ ടോട്ടൽ ഇലക്ട്രോൺ പെയർസ് എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ ഓഫ് ദ സെൻട്രൽ ആറ്റം പ്ലസ് മോണോവാലന്റ് സ്പീഷീസ് പ്ലസ് ഓർ മൈനസ് ദ ടോട്ടൽ ചാർജ് ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് ഓരോരോ മോളിക്യൂൾ എടുത്ത് നോക്കാം, എത്ര ബോണ്ട് പെയർ ഉണ്ട്, എത്ര ലോൺ പെയർ. അതിനു മുന്നേ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. VSEPR തിയറി 2 രീതിയിലുള്ള മോളിക്യൂളായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഒരു പെർട്ടിക്കുലർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബോണ്ട് പെയർ മാത്രമുള്ള മോളിക്യൂൾ, മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബോണ്ട് പെയറും ലോൺ പെയറും ഉള്ളൊരു ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമുക്ക് ആദ്യം നോക്കേണ്ടത് ബോണ്ട് പെയർ മാത്രം ഉള്ള മോളിക്യൂൾസിനെ നമുക്ക് നോക്കാം. സോ അതിന് ഹെഡിങ് ആയിട്ട് എഴുതുവാണ്
molecules which contain only bond pairs. അപ്പൊ എന്താണ് ബോണ്ട് പേഴ്സ് എന്ന് മനസ്സിലായല്ലോ. അവിടെ ഞാൻ ഷോർട്ട് ഫോം യൂസ് ചെയ്യാണ് BP. എന്താണ് BP? ബോണ്ട് പേഴ്സ്. എന്താണ് ബോണ്ട് പേഴ്സ്? എത്ര ഇലക്ട്രോൺസ് അവിടെ പെയറിംഗിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നു. സോ മോളിക്യൂൾസ് വിച്ച് കണ്ടെയ്ൻ ഓൺലി ബോണ്ട് പെയർ ഞാൻ എഴുതുകയാണ്. സോ 1 by 1 മോളിക്യൂളിലേക്ക് നമ്മൾ പോവാണ്. ഓരോ മോളിക്യൂളിലെ ബോണ്ട് പെയർ മാത്രം നമ്മൾ മോളിക്യൂൾ നോക്കുന്നത്. ഫസ്റ്റ് ബെറിലിയം ക്ലോറൈഡ്. സോ സെൻട്രൽ ആറ്റം ആരായിരിക്കാം? ബെറിലിയം ആയിരിക്കാം. കാരണം ബെറിലിയം ആണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഇനി ഒരു ക്രൈറ്റീരിയൻ കൂടി ഉണ്ട്. ഏതിനാണോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ളത് അവരെ ആയിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുക? സെൻട്രൽ ആറ്റമായിട്ട് എടുക്കുക. എക്സെപ്റ്റ് ഹൈഡ്രജൻ. ഹൈഡ്രജനെ കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു ആറ്റത്തിനാണോ ചെറിയ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വരുന്നത് അവരെ ആയിരിക്കും നമ്മൾ സെൻട്രൽ ആറ്റമായിട്ട് എടുക്കുക. അപ്പോൾ ബെറിലിയം, ഇവിടെ ബെറിലിയം ആയിരിക്കുമല്ലോ. ഇതാണ് സെൻട്രൽ ആറ്റം. അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളായിരിക്കും അവിടെ സെൻട്രൽ ആറ്റമായിട്ട് വരിക. സോ ബെറിലിയം സെൻട്രൽ ആറ്റമായി. അതിന്റെ ബാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം. 1s2 2s2 ആണ് ബെറിലിയം. അതെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതാണ് ഔട്ടർ മോസ്റ്റ് ഷെൽ. അതായത് ലാർജർ നമ്പർ വരുന്നതായിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെൽ. അതിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 2 ഇലക്ട്രോൺസ്. അപ്പൊ ബാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഈസ് ഈക്വൽ ടു ബാലൻസ് ഇലക്ട്രോൺ ഓഫ് ദ സെൻട്രൽ ആറ്റം. എത്രയാണ് ബാലൻസ് ഇലക്ട്രോൺ ഓഫ് ദ സെൻട്രൽ ആറ്റം? 2 പ്ലസ് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് മോണോവാലന്റ് സ്പീഷീസ്? ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹാലജൻ ആണ് മോണോവാലന്റ് സ്പീഷീസ്. അപ്പൊ ഇവിടെ നോക്കാം, ഹാലജൻ ഉണ്ടല്ലോ, 2 ഹാലജൻ ഉണ്ട്, 2 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ മോണോവാലന്റ് സ്പീഷീസ് 2. പിന്നെ ഞാൻ ഓൾറെഡി തന്നതുപോലെ അവിടെ പ്ലസ് ഓർ മൈനസ് നേരത്തെ തന്നിരുന്നു. ഇവിടെ ഒരു ചാർജ് നിങ്ങൾ കാണുന്നില്ല. ഈ മോളിക്യൂൾ നോക്കുമ്പോൾ അതിൽ ഒരു ചാർജ് നിങ്ങൾ കാണുന്നില്ല. അപ്പൊ അവിടെ ചാർജിന്റെ കാര്യങ്ങൾ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇതാണ് നമ്മുടെ ഇക്വേഷൻ വഴി. ഈസ് ഈക്വൽ ടു എത്ര വരുന്നു? 2 വരുന്നു. അപ്പൊ ഈ 2 വരുമ്പോൾ നമുക്ക് ബോണ്ട് പെയറും ലോൺ പെയറുമാണ് അറിയേണ്ടത്. ഇതാണല്ലോ ബോണ്ട് പെയർ. ബെറിലിയത്തിന് ചുറ്റും എത്ര ആറ്റംസ് ഉണ്ടോ അത്രയും ബോണ്ട് അവർക്ക് ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ 2 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് പറയാം ബോണ്ട് പെയർ ഇസ് ഈക്വൽ ടു 2. ഇതാണ് ബോണ്ട് പെയർ. അപ്പൊ 2 പേരും ഉള്ള 2 ക്ലോറിനും എന്തായിട്ട് ഫോം ചെയ്യുന്നത്? ബോണ്ട് പെയർ ആയിട്ട് ഫോം ചെയ്യുന്നു. ലോൺ പെയർ നമുക്കതിന് ഇക്വേഷൻ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് മൈനസ് ബോണ്ട് പെയർ ആണ്. ഇവിടെ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് എത്രയാണ്? 2 ആണ്. ബോണ്ട് പെയർ എത്രയാണ്? 2 ആണ്. സോ 2 - 2 ലോൺ പെയർ വിൽ ബി ഈക്വൽ ടു 0. പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ എങ്ങനത്തെ മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുന്നത്? ലോൺ പെയർ ഇല്ലാത്ത മോളിക്യൂളിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബോണ്ട് പെയർ ഇസ് ഈക്വൽ ടു 2, ലോൺ പെയർ ഇസ് ഈക്വൽ ടു 0. അങ്ങനെ വന്നാൽ നമുക്ക് പറയാം ജോമെട്രിയും ഷേപ്പും ഒന്ന് തന്നെയാണ്. അപ്പോൾ ജോമെട്രി and shape both are same. Here both are same. Geometry and shape is linear. അതിനൊരു ബോണ്ട് ആംഗിൾ ഉണ്ട്. ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. ഇത്രയുമാണ് നമുക്ക് ബെറിലിയം ക്ലോറൈഡിനെ കുറിച്ച് പറയാൻ സാധിക്കുക. സോ രണ്ടാമത്തെ മോളിക്യൂൾ അതുപോലെ തന്നെ പോകാം. നമുക്ക് സെക്കൻഡ് മോളിക്യൂൾ BF3. ഇവിടെയും സെൻട്രൽ ആറ്റം 2 രീതിയിൽ എടുക്കാം. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ആറ്റത്തിന് എടുക്കാം ബോറോൺ, അല്ലെങ്കിൽ ലെസ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള സ്പീഷീസ് എടുക്കാം, അതും ബോറോൺ. സോ ബോറോൺ ആണ് സെൻട്രൽ ആറ്റം. ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1. സോ ബാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ലാർജർ നമ്പർ ഉള്ളതാണ് ബാലൻസ് ഇലക്ട്രോൺ. ലാർജർ നമ്പർ ഉള്ള ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് ബാലൻസ് ഇലക്ട്രോൺ. അപ്പം 2 + 1 3. സോ ബാലൻസ് ഇലക്ട്രോൺ ഈസ് 3. ഇവിടെയും ഇലക്ട്രോൺ പെയർസിനെ കണ്ടുപിടിക്കാം. Is equal to valence electron of the central atom 2 + 1 3 plus how many monovalent species? അവിടെയും എത്രയാണ്? 3 എണ്ണം ഉണ്ട്. ഹാലജൻ ഈസ് കൺസിഡർഡ് ടു ബി എന്താണ്? മോണോവാലന്റ് സ്പീഷീസ്. അപ്പൊ 3 + 3 ചാർജ് ഒന്നും നിങ്ങൾ കാണുന്നില്ല. The whole divided by 2 is equal to 3. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ എത്ര സറൗണ്ടിങ് ആറ്റം ഉണ്ടോ, സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര സറൗണ്ടിങ് ആറ്റം ഉണ്ടോ അതാണ് ബോണ്ട് പെയർ. അപ്പൊ ഇവിടെ എത്ര ഫ്ലൂറിനെ നിങ്ങൾ കാണുന്നു? 3 ഫ്ലൂറിനെ. സോ ബോണ്ട് പെയർ ഇസ് ഈക്വൽ ടു 3. ലോൺ പെയർ ഞാൻ വീണ്ടും പറഞ്ഞിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് മൈനസ് ബോണ്ട് പെയർ വിൽ ഗിവ് ലോൺ പെയർ. അപ്പോൾ വീണ്ടും എന്തായി? 0 ആയി. അപ്പൊ ബോണ്ട് പെയർ 3ഉം ലോൺ പെയർ 0യും വന്നാൽ again geometry and shape is trigonal planar. ഓർക്കണം, ഞാൻ ലോൺ പെയർ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജോമെട്രിയും ഷേപ്പും സെയിം ആയിരിക്കും. അപ്പൊ ട്രൈഗണൽ പ്ലേനാർ ആണ് ജോമെട്രി ആൻഡ് ഷേപ്പ്. ബോണ്ട് ആംഗിൾ
120 degree. Okay, bond angle is given by 120 degree. അതാണ് BF3 യുടെ കേസ്. ഇനി തേർഡ് വൺ നമുക്ക് നോക്കാം. മൂന്നാമത്തത് CH4, a simple species. All of you know the species. CH4 കാർബൺ ആറ്റം ആണ്. സെൻട്രൽ ആറ്റം കാർബൺ ആറ്റം ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഹൈഡ്രജൻ വന്നാൽ ഹൈഡ്രജൻ നമ്മൾ എടുക്കത്തില്ല, അവരൊരിക്കലും സെൻട്രൽ ആറ്റമായിട്ട് എടുക്കത്തില്ല. വീണ്ടും ഒറ്റയ്ക്ക് നിൽക്കുന്ന ആറ്റം അത് കാർബൺ ആണ്. കാർബൺ വീണ്ടും 1s2, 2s2, 2p2. So valence electron will be again 2 plus 2, 4. So electron pairs is given by total number of valence electron plus number of monovalent species. Hydrogen നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത് monovalent species ആണ്, divided by 2 is equal to 4. So bond pair വീണ്ടും എടുക്കാമല്ലോ. So ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് bond pair. Bond pair means കാർബണിന് ചുറ്റും സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ആറ്റം വരുന്നോ അതാണ് bond pair. So bond pair is equal to 4. Lone pair, total number of electron pairs minus bond pair. So 4 minus 4 is equal to 0. So bond pair 4 വന്നാൽ without any lone pair, വീണ്ടും shape and geometry is given by tetrahedral. Bond angle ഉണ്ട്. Bond angle is 109 degree 28 minutes. ഇതായിരിക്കും bond angle. ഇനിയിപ്പോ CH4 നമ്മൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു പ്ലസ് ഓർ മൈനസ് ചാർജിന്റെ കേസ് പറഞ്ഞു, അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് ഈ ചാർജിന്റെ കേസ് എന്നുള്ളത്. സോ അത് ഫോർത്ത് മോളിക്യൂൾ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. NH4+, അമോണിയം അയോൺ. അപ്പൊ അമോണിയം അയോണിലും സെയിം തന്നെ നമുക്ക് നൈട്രജൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ബാലൻസ് ഇലക്ട്രോൺ വിൽ ബി ഈക്വൽ ടു 5. ആ കേസിൽ ഇലക്ട്രോൺ പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ബാലൻസ് ഇലക്ട്രോൺ ഓഫ് ദ സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്. സോ 5. എത്ര മോണോവാലന്റ് സ്പീഷീസ് കാണുന്നു നിങ്ങൾ? 4. സോ 4 മോണോവാലന്റ് സ്പീഷീസ് ആർ ദേർ. സോ 4. ഇനിയാണ് ചാർജ് വരുന്നത്. ഇത്രയും മോളിക്യൂൾസ് നിങ്ങൾ കണ്ടപ്പോൾ അവിടെ ചാർജ് ഒന്നും ഉണ്ടായില്ല. അതായത് ബെറിലിയം ക്ലോറൈഡ് BeCl2 ഞാൻ എഴുതി, CH4 ഞാൻ എഴുതി, BF3 ഞാൻ എഴുതി. അവിടെ ഒന്നും ചാർജ് ഉണ്ടായില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പ്ലസ് സിമ്പിൾ ഇവിടെ കാണുന്നുണ്ട്. സോ ചാർജ് ഉണ്ട്. അപ്പൊ ചാർജ് വരുമ്പോൾ നമുക്കൊരു എക്സ്റ്റൻഷൻ കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ഫോർമുലയ്ക്ക്. എന്തായിരുന്നു? number of valence electron of the central atom plus monovalent species plus or minus the charge. Plus or minus the charge. അതിന്റെ അർത്ഥം പ്ലസ് സിമ്പിൾ വന്നാൽ അതിനെ സബ്ട്രാക്ട് ചെയ്യും. കാരണം നമ്മളിവിടെ ഇലക്ട്രോൺ പെയർസിനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എത്ര പ്ലസ് ചാർജ് വരുന്നോ അത്രയും നിങ്ങൾ മൈനസ് ചെയ്യുക. ഇവിടെ +1 ആണ്. അപ്പൊ എന്ത് ചെയ്യുക? -1 കൊടുക്കുക. ഒരു +2 ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? -2 കൊടുക്കേണ്ടി വന്നേ. സോ all divided by 2. So 9 minus 1 by 2 again നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. ഇനി വീണ്ടും കൺസിഡർ ചെയ്യാം എത്രയാണ് ബോണ്ട് പെയർ. ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ആറ്റംസ് ഉണ്ടോ അതാണല്ലോ ബോണ്ട് പെയർ. അപ്പൊ ഇവിടെ 4 തന്നെ. സോ ബോണ്ട് പെയർ ഇസ് ഈക്വൽ ടു 4. ലോൺ പെയർ, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് മൈനസ് ദ ബോണ്ട് പെയർ വിൽ ബി ഈക്വൽ ടു അഗൈൻ എന്ത് വന്നു? 0. അപ്പം ജോമെട്രിക് ഒന്നും വ്യത്യാസമില്ല, കാര്യം ബോണ്ട് പെയർ തന്നെയാണ് വരുന്നത് വിത്തൗട്ട് എനി ലോൺ പെയർ. അതിന്റെ അർത്ഥം ജോമെട്രി ആൻഡ് ഷേപ്പ് both are same again, and shape is tetrahedral. ഞാൻ ബോണ്ട് ആംഗിൾ വീണ്ടും എഴുതുന്നില്ല, മുകളിൽ എഴുതിയിട്ടുണ്ട് എന്താണ് ബോണ്ട് ആംഗിൾ എന്നുള്ളത്. ജസ്റ്റ് അപ്പോസിറ്റ് ചാർജ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ നമുക്ക് PCl5 എടുക്കാം. ഓക്കെ, PCl5 ഫോസ്ഫറസ് ഏത് ഗ്രൂപ്പിലാണെന്ന് നമുക്കറിയാം. ഫോസ്ഫറസ് നൈട്രജൻ ഫാമിലിയാണ്, 15 ഗ്രൂപ്പ്. അപ്പൊ നൈട്രജൻ എന്താണോ വാലൻസ് ഇലക്ട്രോൺ അത് തന്നെയായിരിക്കും ഫോസ്ഫറസും. അപ്പോൾ ഫോസ്ഫറസ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് അഗെയിൻ നമുക്കറിയാവുന്ന കേസാണ്. ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കാം. അപ്പൊ ഫോസ്ഫറസിന്റെ കേസിൽ ഫൈനലി നമ്മൾ എഴുതുന്നത് 3s2 3p3 ആണ്. നൈട്രജൻ എന്തായിരുന്നു? 2s2 2p3, ഫോസ്ഫറസ് 3s2 3p3. വീണ്ടും എത്ര വന്നു? 2 plus 3 5 electrons came. So valence electron will be 5. How many monovalent species we have? Again 5 halogen നിങ്ങൾക്ക് കാണാം, 5 chlorine നിങ്ങൾക്ക് കാണാം. So monovalent species will be equal to 5. The whole divided by 2. So 5 plus 5 divided by 2 is equal to again 5. 10 by 2 is equal to 5. ഇവിടെ ചാർജ് ഒന്നും നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ 5 വന്നാൽ വീണ്ടും നോക്കുക ബോണ്ട് പെയർ. സി സറൗണ്ടിങ് സെൻട്രൽ ആറ്റത്തിന് സറൗണ്ട് ചെയ്ത് എത്ര ആറ്റംസ് ഉണ്ട്? 5 ക്ലോറിൻ ആറ്റം ഉണ്ട്. സോ ബോണ്ട് പെയർ is equal to 5. ലോൺ പെയർ വീണ്ടും ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് മൈനസ് ദിസ് ബോണ്ട് പെയർ is equal to 0. അപ്പോൾ ബോണ്ട് പെയർ 5 വന്നാൽ വീണ്ടും നമുക്ക് shape and geometry will be same, and it is equal to geometry and shape is given by trigonal
trigonal bipyramidal. Trigonal bipyramidal. ഓക്കെ, അപ്പം ട്രൈഗണൽ ബൈപിരമിഡിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും എന്ത് വിളിക്കാം, ഒരു സ്ട്രക്ചർ നമുക്ക് കൊടുക്കാം അവിടെ. സോ ഹിയർ ഫോസ്ഫറസ്, ക്ലോറിൻ, ക്ലോറിൻ, ഹിയർ ഓൾസോ ക്ലോറിൻ. അതിന്റെ അർത്ഥം ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ബോണ്ട് ആംഗിൾ പോസിബിൾ ആണ്. ഇതുവരെ നമ്മൾ ലീനിയർ 180 ഡിഗ്രി പറഞ്ഞു, ടെട്രാഗണൽ 109 ഡിഗ്രി 28 മിനിറ്റ്സ് പറഞ്ഞു, ട്രൈഗണൽ പ്ലെയിനർ 120 ഡിഗ്രി പറഞ്ഞു. ട്രൈഗണൽ ബൈപിരമിഡിൽ വരുമ്പോൾ 2 ടൈപ്സ് ഓഫ് ബോണ്ട് ആംഗിൾസ് ഉണ്ട്. ഒന്ന് 120 ഡിഗ്രി, മറ്റേത് 90 ഡിഗ്രി. അങ്ങനെ രണ്ട് ബോണ്ട് ആംഗിൾസ് പോസിബിൾ ആണ് PCl5. സോ ആ മോളിക്യൂളും കഴിഞ്ഞു. നെക്സ്റ്റ് വന്നിട്ട് നമ്പർ വിൽ ബി 6th one, SF6. അപ്പോൾ സൾഫർ ഏത് ഗ്രൂപ്പിലേക്ക് ബിലോങ് ചെയ്യുന്നു? ഓക്സിജൻ ഫാമിലി. ഓക്സിജൻ ഫാമിലി വരുമ്പോൾ ഓക്സിജൻ എന്താണോ ബാലൻസ് ഇലക്ട്രോൺ സെയിം ആയിരിക്കും. ഓക്സിജന്റെ ബാലൻസ് ഇലക്ട്രോൺ 6. സൾഫർ ഇപ്പോൾ ഓക്സിജൻ എഴുതുകയാണെങ്കിൽ 1s2 2s2 2p4 ആണ്. ഇതാണ് ഓക്സിജൻ. ഓക്സിജന്റെ നെക്സ്റ്റ് മെമ്പർ ആണ് ആര് വരിക? സൾഫർ. അപ്പം 2s2 2p4 പകരം ഐ വിൽ റൈറ്റ് 3s2 3p4. അപ്പോൾ ബാലൻസ് ഇലക്ട്രോൺ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നിന്ന് 2 + 4 6 electrons comes. So total electron pairs is equal to valence electron of the central atom 6 വരുന്നു. Monovalent species fluorine ആണ്. fluorine എന്ന് പറഞ്ഞാൽ halogen തന്നെയാണ്. So 6 the whole divided by 2. So again you are getting it as what? 6. ഇവിടെ നോക്കാം, bond pair same 6 തന്നെയാണല്ലോ bond pair വരുന്നത്. So 6 lone pair, total number of electron pairs minus the bond pair. So 6 minus 6 will be equal to 0. So bond pair 6 ഉം lone pair 0 ഉം ഉള്ളപ്പോൾ വീണ്ടും, അതായത് lone pair ഇല്ല, അപ്പോൾ geometry shape വീണ്ടും സെയിം ആയിരിക്കും. Shape and geometry will be octahedral. Octahedral. Octahedral എന്ന് പറയുമ്പോൾ bond angle 90 degree. Okay, bond angle will be 90 degree. ഇനി അടുത്ത മോളിക്യൂൾ, ലാസ്റ്റ് മോളിക്യൂൾ where only bond pairs are present, 7, IF7. So iodine and fluorine. Central atom ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ്, iodine ആണ്. Iodine belongs to halogen family. Valence electron again it is 7 plus monovalent species 7 ആണ്. 7 fluorine atoms ഉണ്ട്. So 7 by 2 will be equal to again 7. അപ്പോൾ വീണ്ടും bond pair എഴുതാം. Bond pair is equal to 7 itself. Lone pair എന്ന് പറഞ്ഞാൽ it is 7 minus 7. Total number of electron pairs minus the bond pair is equal to 0. So 7 വന്നു കഴിഞ്ഞാൽ ഇവിടെ pentagonal shape and geometry will be pentagonal bipyramidal. ഇവിടെയും രണ്ട് ബോണ്ട് ആംഗിൾ ഉണ്ട്, അതായത് 72 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. രണ്ട് ടൈപ്പ് ഓഫ് ബോണ്ട് ആംഗിൾ പോസിബിൾ ആണ്, 72 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. അപ്പൊ ഇത്രയുമാണ് നമുക്ക് മോസ്റ്റ്ലി എന്തിനെ കുറിച്ച് പറയാൻ പറ്റുക. ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്തു. ആദ്യത്തെ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് വേർ ഓൺലി ബോണ്ട് പെയർസ് ആർ പ്രസന്റ്, ലോൺ പെയർസ് ഇല്ല. അപ്പൊ ബോണ്ട് പെയർസ് മാത്രമുള്ളപ്പോൾ നമുക്ക് എന്ത് പറയാം? അതിനെയാണ് നമ്മൾ റെഗുലർ ജോമെട്രി എന്ന് പറയാം. റെഗുലർ. അപ്പോൾ ജോമെട്രിയും ഷേപ്പും ഒരേപോലെ ആയിരിക്കും, അതിന്റെ കറസ്പോണ്ടിങ് ബോണ്ട് ആംഗിൾ തന്നിരിക്കുന്നത്. ഇതിന് ശേഷമാണ് എന്ത് വരുന്നത്? ബോണ്ട് പെയറും ലോൺ പെയറും വ്യത്യാസം, അല്ലെങ്കിൽ ബോണ്ട് പെയറും ലോൺ പെയറും ഉള്ള മോളിക്യൂൾസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഷേപ്പ് ആൻഡ് ജോമെട്രി തന്നെ. ഷേപ്പ് ആൻഡ് ജോമെട്രി ഫോർ മോളിക്യൂൾസ് വിച്ച് കണ്ടെയ്ൻസ് ലോൺ പെയർ ഓൾസോ. അപ്പൊ അത് ഞാൻ എഴുതുകയാണ്. molecules which contain both bond pairs and lone pairs. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബോണ്ട് പെയർസ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോൺ പെയർസ് എന്ന് വിളിക്കുക. അപ്പൊ ഇനി അങ്ങനെയുള്ള മോളിക്യൂളാണ്. സെയിം ഇക്വേഷൻ തന്നെയായിരിക്കും. സെയിം ഇക്വേഷനിലേക്കാണ് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ 1 by 1 മോളിക്യൂൾ നമുക്ക് ഒന്നുകൂടി എടുക്കാം. മോളിക്യൂൾസ് വിച്ച് കണ്ടെയ്ൻ ബോത്ത് ബോണ്ട് പെയർ ആൻഡ് ലോൺ പെയർ. സോ ഫസ്റ്റ് എക്സാമ്പിൾ SO2 എടുക്കാം. സൾഫർ ഏത് ഗ്രൂപ്പിലാണ് വീണ്ടും പെടുന്നത്? അത് ഓക്സിജൻ ഫാമിലിയാണ്. ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞിരുന്നു. സൾഫറിന്റെ ബാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അത് 6 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് is given by central atom. Sulfur ആണ് central atom. Valence electron of the central atom 6. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്,
ഓക്സിജൻ ഒരു മോണോവാലന്റ് ആണോ? ഓക്സിജൻ ഒരു മോണോവാലന്റ് അല്ല. ഞാൻ ഓൾറെഡി എന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഹൈഡ്രജനും ഹാലജനുമാണ് മോണോവാലന്റ് സ്പീഷീസ് എന്ന് പറഞ്ഞത്. ഓക്സിജൻ ഒരു മോണോവാലന്റ് സ്പീഷീസ് അല്ല. ഓക്സിജൻ എന്താണ്? ഇറ്റ് ഈസ് എ ഡൈവാലന്റ് സ്പീഷീസ്. അതിന്റെ വാലൻസി 2 ആയിരിക്കും. സോ ഓക്സിജൻ ഒരു മോണോവാലന്റ് സ്പീഷീസ് അല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അതായത് പ്ലസ് മോണോവാലന്റ് സ്പീഷീസ് ആണ് വേണ്ടത്. പക്ഷെ ഇവിടെ മോണോവാലന്റ് സ്പീഷീസ് ഇല്ലാത്ത സ്ഥിതിക്ക് പ്ലസ് 0 തന്നെയാണ്. 0 നിങ്ങൾ ഇടണ്ട, ഞാൻ ഇട്ടുന്നേ ഉള്ളൂ ഫസ്റ്റ് മോളിക്യൂൾ കാണിക്കാൻ വേണ്ടി. 6 + 0 / 2. ഇവിടെയും ചാർജ് ഒന്നും കാണുന്നില്ല. സോ 6/2 ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 3. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമുക്ക് ബോണ്ട് പെയർ കണ്ടുപിടിക്കാൻ സാധിക്കുക. മോളിക്യൂളിനെ ശ്രദ്ധിക്കുക. മോളിക്യൂളിനകത്ത് സൾഫർ ആണ് സെൻട്രൽ ആറ്റം. സൾഫറിന് ചുറ്റും എത്ര ആറ്റംസ് ഉണ്ട്? സൾഫറിന് ചുറ്റും 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതായിരിക്കും ബോണ്ട് പെയർ എന്ന് വിളിക്കുക. സോ ബോണ്ട് പെയർ ഇസ് ഈക്വൽ ടു 2. വീണ്ടും ലോൺ പെയർ ഞാൻ ഇക്വേഷൻ തന്നിരുന്നു. എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് മൈനസ് ദ ബോണ്ട് പെയർ. സോ ഇലക്ട്രോൺ പെയർസ് മൈനസ് ബോണ്ട് പെയർ. എത്രയാണ് ഇലക്ട്രോൺ പെയർസ് നമ്മൾ കണ്ടുപിടിച്ചത്? 3. സോ 3 മൈനസ് എത്രയാണ് ബോണ്ട് പെയർ പറഞ്ഞിരിക്കുന്നത്? 2. എത്ര സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ആറ്റംസ് ഉണ്ടോ അവരായിരിക്കും എന്ത് ഫോം ചെയ്യുക? ബോണ്ട് പെയർ ഫോം ചെയ്യുക. സോ 3 - 2 = 1. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ബോണ്ട് പെയറിനെയും കിട്ടി, ലോൺ പെയറിനെയും കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് SO2ന്റെ സ്ട്രക്ചർ ഒന്ന് എഴുതി നോക്കാം. അതായത് നിങ്ങൾ ആദ്യം 3 ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് കണ്ടുപിടിച്ചു. 3. ഈ 3 വെച്ചിട്ട് നമുക്ക് ജോമെട്രി കണ്ടുപിടിക്കാം. ജോമെട്രി എന്താണ്? ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ജോമെട്രി ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ജോമെട്രി ആൻഡ് ഷേപ്പ് ഈസ് ഈക്വൽ വെൻ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആർ നോട്ട് ദേർ. അപ്പോൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളപ്പോൾ ജോമെട്രിയും ഷേപ്പും വ്യത്യാസമായിരിക്കാം. അപ്പോൾ നമുക്ക് ജോമെട്രി ആദ്യം കണ്ടുപിടിക്കാം. ജോമെട്രി ആണ് ഇത് വരുന്നത് 3. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് വിൽ ഓൾവേസ് ഗീവ് ജോമെട്രി. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ജോമെട്രിയും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ 3 വന്നാൽ ജോമെട്രി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതാണ് ട്രയഗണൽ പ്ലെയിനർ. ഓക്കെ, ട്രയഗണൽ പ്ലെയിനർ. പക്ഷേ ഇത് ജോമെട്രി മാത്രമാണ്. ഷേപ്പിന് നമുക്ക് വ്യത്യാസപ്പെട്ട് കാണിക്കേണ്ടി വരും. കാരണം ഈ ജോമെട്രീനെ ലോൺ പെയർ കാരണം അവിടെ ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നു. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു, ഒരു റിപ്പൽഷൻ ഉണ്ടാകുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ലോൺ പെയർ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു റിപ്പൽഷൻ ഉണ്ടാകും. ലോൺ പെയർ റിപ്പൽഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ. പിന്നീടാണ് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ. ഇവിടെ എന്തായാലും ഒരു ലോൺ പെയർ ആണ്. അപ്പൊ ലോൺ പെയർ ഉള്ളപ്പോൾ ഒരു സാധാരണ സ്ട്രക്ചറിൽ നിന്നും അവർ ചെറുതായിട്ടൊന്ന് ഡിസ്റ്റോർട്ട് ചെയ്യും. അവർക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. ആര്? ലോൺ പെയർ. അപ്പോൾ ഇവിടെ ജോമെട്രി നമുക്ക് ട്രയഗണൽ പ്ലെയിൻ ആണ്. അതായത് ഞാൻ സെൻട്രൽ ആറ്റം സൾഫർ വരച്ചു. വീണ്ടും 3 ആണല്ലോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് വന്നിരിക്കുന്നത്. അപ്പോൾ 1, 2 and 3 I am drawing. Okay, that is not the total number of electron pairs. പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം എന്താണ്? ആകെ നമുക്ക് എത്ര ബോണ്ട് പെയർ ഉള്ളൂ? 2 ബോണ്ട് പെയർ ഉള്ളൂ. അതിൽ തന്നെയും ഒന്ന് എന്താണ്? ലോൺ പെയർ ആണ്. അതായത് എനിക്ക് 2 ബോണ്ടേ ഇവിടെ വരയ്ക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അതിന്റെ അർത്ഥം ഒരു ബോണ്ട് പെയറിനെ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ ആര് വരും? ആ എക്സ്ട്രാ 1 ലോൺ പെയർ ഉണ്ടല്ലോ, ആ ലോൺ പെയറിനെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. സോ 2 oxygens are there. I am keeping this oxygen. ഒരു കാര്യം കൂടി ഉണ്ട്, ഇവിടെ എത്ര ഡബിൾ ബോണ്ട് ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ആകെ നമ്മൾ ഷേപ്പ് ആൻഡ് ജോമെട്രി മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുള്ളൂ. കാരണം എത്ര ഡബിൾ ബോണ്ട് ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നീടാണ് പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ സൾഫർ 2 ബോണ്ട്സ് ഉണ്ട്. 2 ബോണ്ട് ഞാൻ ഫോം ചെയ്തു. ആകെ ടോട്ടൽ 3 ഇലക്ട്രോൺ പെയർസ് ആണ്. അതിൽ ആദ്യം ഞാൻ 3 ബോണ്ടായിട്ട് വരച്ചു. ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം ഞാൻ 3 ബോണ്ടായിട്ട് വരച്ചു. പക്ഷെ എനിക്ക് 3 ബോണ്ട് കാണിക്കാൻ സാധിക്കില്ല, കാരണം 2 ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ആ സ്ഥിതിക്ക് എന്ത് ചെയ്യണം? ഒരു ബോണ്ടിനെ ഡിലീറ്റ് ചെയ്യുന്നു, പകരം അവിടെ എന്ത് കൊടുക്കുന്നു? ഒരു ലോൺ പെയറിനെ കൊടുക്കുന്നു. സോ നമുക്കൊരു വി ഷേപ്പ് അല്ലെങ്കിൽ ഒരു ബെൻ ഷേപ്പ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? SO2 കിട്ടിയിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ഓവർ. സെക്കൻഡ് വണ്ണിലേക്ക് പോവുകയാണ്, വിച്ച് ഈസ് അമോണിയ. ഓക്കെ, NH3 എടുക്കുന്നു. NH3യുടെ കേസിൽ വീണ്ടും വാലൻസ് ഇലക്ട്രോൺ നമുക്ക് എടുക്കാം. അതായത് സെൻട്രൽ ആറ്റം ആരായിരിക്കും? അത് നൈട്രജൻ ആയിരിക്കും. സോ സെൻട്രൽ ആറ്റം നൈട്രജൻ ആകുമ്പോൾ വീണ്ടും വാലൻസ് ഇലക്ട്രോൺ എത്ര തന്നെ? 5 ആണ്. So total electron pairs is given by valence electron of the central atom, which is 5 plus എത്ര മോണോവാലന്റ് സ്പീഷീസ് ഇവിടെ കാണാം? 3 ഹൈഡ്രജൻ ആണ്. അപ്പൊ 3 മോണോവാലന്റ് സ്പീഷീസ് ഉണ്ട്. ഹൈഡ്രജൻ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ഹൈഡ്രജനും ഹാലജനുമാണ് നമ്മൾ മോണോവാലന്റ് സ്പീഷീസ് ആയിട്ട് എടുക്കുക. അപ്പൊ 3 ഹൈഡ്രജൻ. പ്രീവിയസ്ലി ഞാൻ SO2 ആണ് എഴുതിക്കുന്നത്. ഓക്സിജൻ ഒരു മോണോവാലന്റ് സ്പീഷീസ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. അത് ഡൈവാലന്റ് സ്പീഷീസ് ആണ്. ചാർജ് ഒന്നും കാണുന്നില്ല. ഡിവൈഡഡ് ബൈ 2. സോ 4 കിട്ടി. ഈ 4 വഴി നമുക്ക് എന്താ കിട്ടുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് എത്രയായാലും അതിൽ നിന്നും ബോണ്ട് പെയറും ലോൺ പെയറും നമ്മൾ വ്യത്യാസമായിട്ട് എടുക്കേണ്ടി വരും.
ചിലപ്പോൾ ചില പേഴ്സ് മാത്രമായിരിക്കും ബോണ്ട് പെയർ, ചിലവർ ലോൺ പെയർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ 4 വന്നപ്പോൾ ജോമെട്രി നമുക്ക് എഴുതാം. 4 വന്നാൽ ജോമെട്രി എപ്പോഴും എന്തായിരിക്കും? ടെട്രാഹീഡ്രൽ. ടെട്രാഹീഡ്രൽ. ഇനിയാണ് നമുക്ക് ബോണ്ട് പെയറും ലോൺ പെയറും കണ്ടുപിടിക്കേണ്ടത്. സോ ബോണ്ട് പെയർ കണ്ടുപിടിക്കണമെങ്കിൽ വീണ്ടും ഏതിലേക്ക് നോക്കുക? മോളിക്യൂളിലേക്ക് ശ്രദ്ധിക്കുക. നൈട്രജന് ചുറ്റും, സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ഹൈഡ്രജനെ കാണുന്നു? 3 ഹൈഡ്രജനെ കാണുന്നു. അതായിരിക്കും നമുക്ക് ബോണ്ട് പെയർ ആയിട്ട് ആക്ട് ചെയ്യുക. ലോൺ പെയർ എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഓൾറെഡി ഞാൻ പറഞ്ഞു 4 ആണ്, മൈനസ് ബോണ്ട് പെയർ എത്ര വരുന്നു? 3 ആണ്. സോ 4 - 3 = 1. അപ്പൊ ബോണ്ട് പെയറും ഉണ്ട്, ലോൺ പെയറും ഉണ്ട്. അപ്പൊ ലോൺ പെയർ വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ജോമെട്രി എന്താണ്? ടെട്രാഹീഡ്രൽ. അപ്പോൾ ഒറിജിനൽ ആയിട്ട് അല്ലെങ്കിൽ റെഗുലർ സ്ട്രക്ചർ ആയിട്ട് അവർക്ക് ഇരിക്കാൻ സാധിക്കത്തില്ല. അവിടെ ആരുണ്ട്? ആരുടെ ഡിസ്റ്റർബൻസ് വരുന്നു? ആരുടെ റിപ്പൽഷൻ വരുന്നു? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന് റിപ്പൽഷൻ വരുന്നു. അപ്പൊ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈ ജോമെട്രിനെ റിപ്പല് ചെയ്യുമ്പോൾ അവിടെ സ്ട്രക്ചറിന് ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാകുന്നു. ആ സ്ട്രക്ചർ മാറിയാണ് ഷേപ്പ് ആയിട്ട് വന്നത്. അപ്പൊ അതാണ് ജോമെട്രിയും ഷേപ്പും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞതുപോലെ. ജോമെട്രി ആര് തരുന്നു? എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഉണ്ടോ അവര് കാണിക്കുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ജോമെട്രി എന്ന് വിളിക്കുക. പക്ഷെ ലോൺ പെയർ വരുമ്പോൾ ഈ ലോൺ പെയർ എപ്പോഴും റെഗുലർ സ്ട്രക്ചറിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നു. ആ ഡിസ്റ്റോർഷൻ വഴി, ആ ഡിസ്റ്റർബൻസ് വഴി നമുക്ക് എന്താണോ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷേപ്പ് എന്ന് വിളിക്കുക. സോ ജോമെട്രി ഞാൻ എഴുതി. ഇനി നമുക്ക് ഷേപ്പ് കണ്ടുപിടിക്കണം. ഓക്കെ, ഷേപ്പ് കണ്ടുപിടിക്കാൻ നമ്മുടെ മോളിക്യൂൾ വാസ് അമോണിയ. സോ നൈട്രജൻ ഞാൻ എഴുതി. ജോമെട്രി ഓൾറെഡി ഞാൻ പറഞ്ഞു ടെട്രാഹീഡ്രൽ ആണ്. ടെട്രാഹീഡ്രൽ എന്ന് പറയുമ്പോൾ 4 ബോണ്ട് ഉണ്ടാവേണ്ടതാണ്. സോ 1, 2, 3 and 4. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞു എത്ര ബോണ്ട് പെയർ ആണുള്ളത്? ഓൺലി 3. അതായത് 3 മാത്രമേ എനിക്ക് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഒരെണ്ണം ഐ ഹാവ് ടു ഡിലീറ്റ്. സോ ഇതിനെ ഡിലീറ്റ് ചെയ്തു. പകരം അവിടെ നമ്മൾ ആരെ പ്ലേസ് ചെയ്തു? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ പ്ലേസ് ചെയ്തു. ബാക്കിയുള്ള സ്ഥലത്ത് ഹൈഡ്രജനെ കൊടുക്കാം. അപ്പൊ ഷേപ്പ് എന്ത് വന്നു? പിരമിഡൽ ഷേപ്പ്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ടെട്രാഹീഡ്രൽ ആയിരുന്നു. പക്ഷെ ലോൺ പെയർ ഉള്ളതുകൊണ്ട് ടെട്രാഹീഡ്രലിൽ നിന്നും അവർ ഡിസ്റ്റോർട്ട് ചെയ്ത് ഏത് ഷേപ്പിലേക്ക് മാറിക്കഴിഞ്ഞു? പിരമിഡൽ ഷേപ്പിലേക്ക് മാറിക്കഴിഞ്ഞു. എല്ലാത്തിന്റെയും കാരണം എന്താണ്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, റിപ്പൽഷൻ ഫ്രം ദ ലോൺ പെയർ. സോ അമോണിയ മോളിക്യൂൾ ഈസ് ഓൾസോ ഓവർ. Now third molecule will take H2. ഇവിടെ വീണ്ടും ഒറ്റയ്ക്ക് നിൽക്കുന്ന ആറ്റം ആയിരിക്കും സെൻട്രൽ ആറ്റം. അപ്പൊ ആരായിരിക്കും സെൻട്രൽ ആറ്റം വരുന്നത്? ഓക്സിജൻ ആയിരിക്കും സെൻട്രൽ ആറ്റം വരിക. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് കണ്ടുപിടിക്കാം. ഇലക്ട്രോൺ പെയർസ് ആർ ഗിവൺ ബൈ വാലൻസ് ഇലക്ട്രോൺ ഓഫ് ദ സെൻട്രൽ ആറ്റം 6 വരുന്നു. മോണോവാലന്റ് സ്പീഷീസ്. ഓക്കെ, 2 ഹൈഡ്രജൻ ആണ്. 2 the whole divided by 2. വീണ്ടും എത്ര തന്നെ വന്നു? 4 വന്നു. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വീണ്ടും ജോമെട്രി. സോ വാട്ട് ഈസ് ജോമെട്രി? ടെട്രാഹീഡ്രൽ. 4 വന്നാൽ ഓൾവേസ് റെഗുലർ ജോമെട്രി വിൽ ബി ടെട്രാഹീഡ്രൽ. മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇനിയാണ് മാറ്റം സംഭവിക്കുന്നത്. എത്ര ലോൺ പെയർ ഉണ്ട്, എത്ര ബോണ്ട് പെയർ ഉണ്ട് കണ്ടുപിടിക്കണം. സോ ബോണ്ട് പെയർ അഗെയിൻ ആരാണ് സെൻട്രൽ ആറ്റം? ഓക്സിജൻ ആണ് സെൻട്രൽ ആറ്റം. അതിന് ചുറ്റും ഏറ്റവും സറൗണ്ടിങ് ആറ്റം നിങ്ങൾ കാണുന്നു 2 ഹൈഡ്രജൻ. സോ ബോണ്ട് പെയർ ഈസ് 2. ദിസ് ഈസ് ദ ബോണ്ട് പെയർ. ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ബോണ്ട്സ് ഫോം ചെയ്യുന്നു, എത്ര ആറ്റംസ് ഉണ്ട്, അതാണ് ബോണ്ട് പെയർ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2. ലോൺ പെയർ വേണം. സോ ഇലക്ട്രോൺ പെയർസ് ടോട്ടൽ എത്രയാണ്? 4. എത്ര ബോണ്ട് പെയർ ഉണ്ട്? 2. സോ 4 - 2 will be equal to 2. So this is a molecule. H2 is a molecule where you have 2 bond pairs and 2 lone pairs. 2 bond pair ഉണ്ട്, 2 lone pair ഉണ്ട്. വീണ്ടും ജോമെട്രി ടെട്രാഹീഡ്രൽ ആണ്. അതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാം. ഓക്സിജൻ 1, 2, 3 and 4. This is the expected structure. Tetrahedral ആണ് expected structure എന്ന് പറഞ്ഞാൽ. പക്ഷേ നമുക്ക് ആകെ എത്ര ബോണ്ടേ ഉള്ളൂ? 2 ബോണ്ട്. 2 ബോണ്ട് എന്ന് പറയുമ്പോൾ ബാക്കി 2 എണ്ണത്തിനെയും നമ്മൾ ഡിലീറ്റ് ചെയ്യുക. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആകെ 2 ബോണ്ടാണ്. അവിടെ ആരെ കൊടുക്കുക? ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ. സോ ബാക്കിയുള്ളതിനെ ലോൺ പെയർസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് H2 which is again a bend shape. V ഷേപ്പ് എന്നും പറയാം, ബെൻ ഷേപ്പ് എന്നും പറയാം. ഇതാണ് നമ്മുടെ ഷേപ്പ് വരുന്നത്. അപ്പൊ വീണ്ടും ജോമെട്രിയിൽ നിന്നും അവര് ഡിസ്റ്റോർട്ട് ചെയ്ത് ഇതിലേക്ക് വന്നു, ഷേപ്പിലേക്ക് വന്നു. ജോമെട്രി വാസ് ടെട്രാഹീഡ്രൽ, ഷേപ്പ് ഈസ് അഗെയിൻ വാട്ട്? ബെൻ ഷേപ്പ്. അപ്പൊ ജോമെട്രി എപ്പോഴും വിത്തൗട്ട് എനി റിപ്പൽഷൻ ആണ്. എല്ലാ ഇലക്ട്രോൺ പെയർസിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ജോമെട്രി എന്ന് പറയുക. പക്ഷെ ജോമെട്രിയിൽ നിന്നും ഡിസ്റ്റോർട്ട് ചെയ്ത് വരുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ഷേപ്പ് എന്ന് വിളിക്കുക. സോ H2 ഈസ് ഓൾസോ ഓവർ. ഇനി വീണ്ടും അടുത്തൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോളിക്യൂൾ ആണ് ശരിക്കും SFO, സൾഫർ ടെട്രാക്ലോറൈഡ്. വീണ്ടും നമുക്ക് എടുക്കാം സെയിം ഇക്വേഷൻ തന്നെ. ഇലക്ട്രോൺ പെയർസ് സെൻട്രൽ ആറ്റം സൾഫർ ആയിരിക്കും. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആറ്റമാണ് സെൻട്രൽ ആറ്റം. 6 വന്നു. എത്ര മോണോവാലന്റ് സ്പീഷീസ്? 4 വന്നു.
divided by 2. So 10 by 2 comes 5. അപ്പോൾ 5 നമുക്ക് എന്ത് തരുന്നു? ജോമെട്രി തരുന്നു. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവാം. സോ 5 വന്നാൽ ജോമെട്രി കിട്ടി. ജോമെട്രി ഞാൻ ഓൾറെഡി പറഞ്ഞു, ട്രയാഗണൽ ബൈ പിരമിഡൽ. അതിനൊരു ഷോർട്ട് ഫോം യൂസ് ചെയ്യാം, TBP. നമ്മൾ PCL5 കണ്ട കാര്യം തന്നെയാണ് ട്രയാഗണൽ ബൈ പിരമിഡൽ. അതൊന്ന് ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയുള്ളൂ. ട്രയാഗണൽ ബൈ പിരമിഡൽ TBP സ്ട്രക്ചർ. വീണ്ടും നമുക്ക് വേണം ബോണ്ട് പെയറും വേണം, ലോൺ പെയറും വേണം. ബോണ്ട് പെയർ ആര് തരുന്നു? എത്ര ആറ്റംസ്, എത്ര ബോണ്ട് ഫോം ചെയ്യുന്നു, സൾഫറിന് ചുറ്റും എത്ര ആറ്റംസ് ബോണ്ട് ഫോം ചെയ്യുന്നു, അതായിരിക്കണം ബോണ്ട് പെയർ. വീണ്ടും 4 തന്നെ. ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് 5 മൈനസ് എത്ര ബോണ്ട് പെയർ ഉണ്ട് 4 ഇസ് ഈക്വൽ ടു 1. ഇവിടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്ട്രക്ചർ ആണ്. കാരണം ട്രയാഗണൽ ബൈപിരമിഡൽ ആണ്. അവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ദി ബോണ്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ സൾഫർ 1 2 3 4 ആൻഡ് 5. ഓർക്കണം, ഇവിടെ 3 ബോണ്ട്സ്. ഞാൻ കളർ കൊടുക്കാം. 1 2 3. ഇവർ 120 ഡിഗ്രിയിലാണ്. വൈറ്റ് കളർ എന്തായിട്ട് വരുന്നു? 90 ഡിഗ്രിയിലും എനിക്ക് എടുക്കാം. ആ ഒരു കേസ് വരുമ്പോൾ നമുക്ക് 1 ലോൺ പെയർ ആണ്. ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കേസ്. നമുക്ക് ഒരു ലോൺ പെയർ ആണ്. ലോൺ പെയറും ബോണ്ട് പെയറും ഉള്ളപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരായിരിക്കും? ലോൺ പെയർ ആയിരിക്കും. അപ്പൊ ഏറ്റവും മാക്സിമം പാർട്ട്, അതാണ് BSc-PR തിയറിന്റെ പോസ്റ്റുലേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ലോൺ പെയർസ് ഉള്ളപ്പോൾ അവർ ഏറ്റവും മാക്സിമം എപ്പാർട്ട് ആക്കണം. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ കൊടുക്കുന്നത്. അപ്പൊ ഏറ്റവും മാക്സിമം എപ്പാർട്ട് ആയിട്ട് നമ്മൾ ആരെ വെക്കണം? ലോൺ പെയറിനെ വെക്കണം. അതിന്റെ അർത്ഥം ഇവിടെ 120 ഡിഗ്രിയും ഉണ്ട്, 90 ഡിഗ്രിയും ഉണ്ട്. ഏത് ബോണ്ടാങ്കിൾ മാക്സിമം ആയിട്ട് വരിക? 120 ഡിഗ്രി. അപ്പൊ ഈ ഒരു ലോൺ പെയർ ഉള്ളതിനെ നമ്മൾ ഏറ്റവും ഫാർ ഡിസ്റ്റൻസിൽ വെക്കണമെങ്കിൽ അവിടെ 120 ഡിഗ്രി തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അതിന്റെ അർത്ഥം എനിക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും, ഈ ബോണ്ടില്ല. സോ ടോട്ടൽ നമുക്ക് നോക്കാം. ഞാൻ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. ഇതാണ് 120. 3 ഗ്രീൻ കളറാണ് 120 ഡിഗ്രി എന്ന് പറയുന്നത്. ബാക്കി രണ്ടും എന്താണ്? 90 ഡിഗ്രി ഉള്ളതാണ്. അപ്പോൾ ഒരു ലോൺ പെയർ ഉണ്ട് ഇവിടെ. ആ ഒരു ലോൺ പെയർ നമ്മൾ എപ്പോഴും എവിടെയാക്കി വെക്കണം? ഏറ്റവും മാക്സിമം എപ്പാർട്ട്. സോ 120 ഡിഗ്രിയാണ് നമുക്ക് മാക്സിമം എപ്പാർട്ട് വരുന്നത്. സോ ആ ലോൺ പെയർ നമ്മൾ എവിടെ വെക്കണം? 120 ഡിഗ്രിയിലുള്ള ബോണ്ടിൽ തന്നെ നമുക്ക് വെക്കേണ്ടി വരും. സോ അതുകൊണ്ട് ഞാൻ ഈ ബോണ്ടിനെ ഡിലീറ്റ് ചെയ്തിട്ട് പകരം അവിടെ ലോൺ പെയർ വരും. സോ നമുക്ക് ജിയോമെട്രി ഞാൻ ഓൾറെഡി പറഞ്ഞു, ട്രയാഗണൽ ബൈപിരമിഡലാണ്. ഒരു ലോൺ പെയർ ഉണ്ട്. ആ ഒരു ലോൺ പെയർ 120 ഡിഗ്രിയിൽ മാത്രമേ നമുക്ക് വെക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയും ഷേപ്പ് ഡിസ്റ്റോർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ജിയോമെട്രി ഡിസ്റ്റോർട്ട് ചെയ്ത ഷേപ്പായി മാറുകയാണ്. അപ്പോൾ സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പ് പറയുന്നത് സീസോ ഷേപ്പ്. നമ്മൾ പാർക്കിലൊക്കെ കാണുന്ന സെയിം തന്നെ സീസോ ഷേപ്പ് ആയിട്ട് വരുന്നു. അപ്പോൾ അതാണ് SO4. SO4 ഇസ് എ വെരി ഇമ്പോർട്ടന്റ് മോളിക്യൂൾ. സോ SO4 കഴിഞ്ഞോടെ TBP സ്ട്രക്ചർ വരുമ്പോൾ TBP സ്ട്രക്ചർ ആയിരിക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ വീട്ടിൽ ചോദിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതും TBP സ്ട്രക്ചർ ആയിരിക്കും. വീണ്ടും ClF3, അടുത്ത മോളിക്യൂള് ClF3. ആ കേസിൽ സെൻട്രൽ ആറ്റം വീണ്ടും ക്ലോറിൻ ആണ്. സോ ക്ലോറിൻ വരുമ്പോൾ വാലൻസ് ഇലക്ട്രോൺ ഓഫ് ദ സെൻട്രൽ ആറ്റം 7 വന്നു. മോണോ വാലൻസ് സ്പീഷീസ് 3 ഫ്ലൂറിൻ വന്നു. ഡിവൈഡഡ് ബൈ 2 വരുന്നു. വീണ്ടും 5 തന്നെ വരും. ഞാൻ പറയുന്നു TBP സ്ട്രക്ചർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വീണ്ടും സെയിം തന്നെ. സോ ഇവിടെ നമുക്ക് വിത്ത് യൂസിങ് 5 എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ആണ്. ഇതിൽ നിന്നും ജോമെട്രി മനസ്സിലാകും. ജോമെട്രി ഞാൻ വീണ്ടും എഴുതുകയാണ്, TBP സ്ട്രക്ചർ. സോ ഇനി നമുക്ക് നമ്പർ ഓഫ് ബോണ്ട് പെയർസും വേണം, നമ്പർ ഓഫ് ലോൺ പെയർസും വേണം. സോ ബോണ്ട് പെയർസ്, സെൻട്രൽ ആറ്റം ഉണ്ട്. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ആറ്റംസ് ഉണ്ടോ അതായിരിക്കും ബോണ്ട് പെയർസ്. അത് 3 വന്നു. ലോൺ പെയർസ്, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് 5 ആണ്, മൈനസ് ബോണ്ട് പെയർസ് 3 ആണ്, ഇസ് ഈക്വൽ ടു 2 ആണ്. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് നേരെ മുകളിൽ നോക്കുക. 4 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആയിരുന്നു. ഇവിടെ 3 ബോണ്ട് പെയറും 2 ലോൺ പെയർസുമാണ്. അപ്പൊ വീണ്ടും സെയിം ആണ് സ്ട്രക്ചർ വരയ്ക്കുന്നത്. നമ്മള് ക്ലോറിൻ എടുക്കുന്നു. ആദ്യം നമുക്ക് TBP സ്ട്രക്ചർ വരയ്ക്കാം. 1 2 again 1 2 3. ഇതാണ് TBP സ്ട്രക്ചർ. വീണ്ടും ഞാൻ കാണിച്ചതുപോലെ 2 ലോൺ പെയർ ഉണ്ട്. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് 2 ലോൺ പെയറിനെ പ്ലേസ് ചെയ്യണം. അപ്പൊ 2 ലോൺ പെയറിനെ പ്ലേസ് ചെയ്യുന്ന മാക്സിമം എപ്പാർട്ട് ആയിരിക്കണം? ലോൺ പെയർ എപ്പോഴും എന്തായിരിക്കും? 120 ഡിഗ്രി 90 ഡിഗ്രിയും ഉള്ളപ്പോൾ 120 ഡിഗ്രിയിലാണ് നമ്മൾ ആരെ വെക്കേണ്ടത്? ലോൺ പെയറിനെ വെക്കേണ്ടത്. ആ കേസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 120 ഡിഗ്രി വന്നിരിക്കുന്ന ഗ്രീൻ കളറാണ്. അപ്പോൾ അതിനെ നമുക്ക് തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ നമ്മൾ ആരെ പ്ലേസ് ചെയ്യുന്നു? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ പ്ലേസ് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ ആരെ വെക്കുക? ClF3 സോ ഫ്ലൂറിൻ ആൻഡ് ഫ്ലൂറിൻ. അതായത് 2 ലോൺ പെയർ ഉണ്ടായിരുന്ന 2 ലോൺ പെയറിനെ ഏറ്റവും മാക്സിമം എപ്പാർട്ട് വെക്കണം. അവരെ നമ്മൾ എവിടെ വെച്ചു? നമ്മൾ 120 ഡിഗ്രി ബോണ്ട് ആംഗിൾ വരുന്ന സ്ഥലത്ത് വെച്ചു.
അപ്പോൾ കിട്ടുന്ന ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ വരയ്ക്കുവാണത്. ഇത് നേരെ വരയ്ക്കുകയാണെങ്കിൽ ഒരു ടി ഷേപ്പ് വരുന്നുണ്ട്. നോക്കുക, ഒരു ടി ഷേപ്പ് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു പെർഫെക്റ്റ് ടി അല്ല. നിങ്ങൾ മാറ്റി വരയ്ക്കുവാണ്. ഇതൊരു പെർഫെക്റ്റ് ടി അല്ല എന്തായാലും. കാരണം പെർഫെക്റ്റ് ടി ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ വരാം, 90 ഡിഗ്രി ഉണ്ടാവണം. പക്ഷെ ഇവിടെ ഇതൊരു ലോൺ പെയർ അല്ലേ, ഇതും ഒരു ലോൺ പെയർ അല്ലേ. ഈ രണ്ട് ലോൺ പെയർ തമ്മിലുള്ള റിപ്പൽഷൻ ഉണ്ട്. ലോൺ പെയർ ആരെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നു? ബോണ്ട് പെയർ. ഓൾറെഡി നമ്മൾ പറഞ്ഞു ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലും റിപ്പൽഷൻ ഉണ്ട്. അപ്പൊ ഈ ലോൺ പെയറും ഈ ബോണ്ട് പെയറും തമ്മിൽ റിപ്പൽഷൻ വരുമ്പോൾ ഇത് ലോൺ പെയർ, ഇവിടെ ബോണ്ട് പെയർ നിൽക്കുന്നു, അവരെന്ത് ചെയ്യുന്നു? നേരെ റിപ്പൽ ചെയ്യുവാണ്. സോ അവരുടെ സ്ട്രക്ചർ പതുക്കെ ഒന്ന് ഡിസ്റ്റോർട്ട് ചെയ്യുന്നു, ഇതും ഇങ്ങോട്ട് ഡിസ്റ്റോർട്ട് ചെയ്യും. കാരണം ആ ലോൺ പെയറിന്റെ റിപ്പൽഷൻ അവർക്ക് തന്നെത്താനൊന്ന് അവർ എസ്കേപ്പ് ചെയ്യുവാണ്. കാരണം ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ കൂടുതലാണ്. സോ ലോൺ പെയർ ബോണ്ട് പെയർ ലോൺ പെയറിൽ നിന്നും മാറിപ്പോകുന്നു. So this is not a perfect T. I have to call it as what? Shape is distorted T. Distorted T shape. അതിന്റെ കാരണം മനസ്സിലായിട്ടുണ്ടാകാം. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ആദ്യം വരച്ചിരിക്കുന്നത് ഫ്ലൂറിൻ. പക്ഷെ ലോൺ പെയർ ഉള്ളത് കൊണ്ട് ലോൺ പെയർ ഈ ബോണ്ട് പെയറിനെ റിപ്പൽ ചെയ്യുന്നു, ഈ ലോൺ പെയർ ഈ ബോണ്ട് പെയറിനെ റിപ്പൽ ചെയ്യുന്നു. അപ്പൊ അവിടെ എന്താണ്? അവർ ഡിസ്റ്റോർട്ട് ചെയ്ത് മാറുവാണ് സ്ട്രക്ചർ. സോ ഇറ്റ് is not a perfect T. I have to say it as what? Distorted T shape. So this is a structure for what? ClF3. Now sixth one, BrF5. Okay, BrF5. So BrF5 വീണ്ടും ബ്രോമിൻ belongs to the halogen family. So അവിടെ തന്നെ നമുക്ക് സെൻട്രൽ ആറ്റം ബ്രോമിൻ ആക്കി എടുക്കാം. ലെസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ആറ്റം ആണ്. ആ കേസിൽ ബാലൻസ് ഇലക്ട്രോൺ ഓഫ് ദ ബ്രോമിൻ ഈസ് ടേക്കൺ ആസ് 7. മോണോവാലന്റ് സ്പീഷീസ് കാണാം 5 ആണ്. ഡിവൈഡഡ് ബൈ 2, സോ 12 by 2 6. 6 എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി നമുക്ക് ജോമെട്രി കിട്ടുന്നു. ജോമെട്രി എത്രയാണ്? ഒക്ടാഹീഡ്രൽ. ഒക്ടാഹീഡ്രൽ. ഇനി ബോണ്ട് പെയർ കണ്ടുപിടിക്കാം. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ആറ്റംസ് ഉണ്ടോ അതാണ് ബോണ്ട് പെയർ, 5. ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ 6 ആണ്, മൈനസ് ബോണ്ട് പെയർ 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വരയ്ക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ് ജോമെട്രി വരുന്നത്. ജോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസിനെ മാത്രം എടുക്കുന്നു. അപ്പോൾ ഒക്ടാഹീഡ്രൽ സ്ട്രക്ചർ ഞാൻ വരച്ചാൽ ബ്രോമിൻ 1 2 3 4 5 and 6. ഇതാണ് ഒക്ടാഹീഡ്രൽ സ്ട്രക്ചർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ വീണ്ടും നോക്കുക, എത്ര ബോണ്ട് പെയർ ആണ്? 5 ബോണ്ട് പെയർ. എത്ര ലോൺ പെയർ ആണ്? 1 ലോൺ പെയർ. സോ ലോൺ പെയറിന്റെ മാക്സിമം നമ്മൾ എപ്പാട്ട് വെക്കണം? ഏറ്റവും മാക്സിമം വെക്കണം. സോ ഏറ്റവും മാക്സിമം വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ. ഒക്ടാഹീഡ്രൽ എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ പ്ലെയിനാർ വരും. 1 ആക്സിസ് above, 1 ആക്സിസ് down. സോ ആ 1 ലോൺ പെയറിനെ above the plane or below the plane നമുക്ക് വെക്കാം. only 5 bonds. അപ്പൊ 5 ബോണ്ടിനെ നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു അപ്പ് ഓർ ഡൗൺ ഏതെങ്കിലും ആക്സിസിന് എടുക്കാം. അപ്പ് ആക്സിസ് ഓർ ഡൗൺ ആക്സിസ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും, കാരണം ഒരു ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ റിമൂവ് ചെയ്തു, ഇവിടെ ഞാൻ ലോൺ പെയർ എടുക്കുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, നമുക്കിവിടെ 5 ബോണ്ട് പെയർസ് ആണ്, അതുകൊണ്ട് എനിക്ക് 5 ബോണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു ലോൺ പെയർ ആണ്. സോ 6 ബോണ്ടിൽ ഒരാളെ എനിക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. ആ മാറ്റേണ്ട ആൾ എപ്പോഴും ലോൺ പെയർ ആണ്. ലോൺ പെയറിനാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ ലോൺ പെയറിനെ പ്ലേസ് ചെയ്യണമെങ്കിൽ ഏറ്റവും എപ്പാർട്ട് എല്ലാവരും 90 ഡിഗ്രി ആണെങ്കിൽ കൂടിയും 2 ബോണ്ട്സ് എങ്ങനെയാണ്? അപ്പ് ആൻഡ് ഡൗൺ ആണ്. സോ ദേ ആർ ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അതുകൊണ്ട് ചെയ്യണം നമ്മൾ ലോൺ പെയറിന് ഒരു ഡൗൺ ആക്സിസ് എനിക്ക് മാറ്റി, കാരണം ഒരു ലോൺ പെയർ ഉള്ളത് കൊണ്ട് ഡൗൺ ആക്സിസ് എനിക്ക് മാറ്റാം. സോ അവിടെ ലോൺ പെയറിനെ ക്രിയേറ്റ് ചെയ്തു. സോ ഇതിന് വീണ്ടും ഒക്ടാഹീഡ്രൽ അല്ല എന്ന് പറഞ്ഞാൽ സി ദിസ് കംസ് സ്ക്വയർ പ്ലെയിൻ. ഒരു സ്ക്വയർ പോലെ ഞാൻ വരച്ചു. മോളിൽ വീണ്ടും ഒരു ബോണ്ട് ഉണ്ട്. അതിന് നമുക്ക് എന്ത് വിളിക്കുന്നതിനെ? സ്ക്വയർ ആണ്. സ്ക്വയർ പിരമിഡ്. Square pyramid. So it becomes a square, and above the axis there is one bond. So that is why this is known to be what? Square pyramidal. Now, so sixth molecule കഴിഞ്ഞു. So shape and geometry നോക്കുകയാണെങ്കിൽ geometry octahedral ആയിരുന്നു. Shape, because of that one lone pair, the shape is distorted to what? Square pyramidal. Now next one is seventh one. HCl4, xenon fluoride. HCl4 ലെ സെൻട്രൽ ആറ്റം വീണ്ടും xenon ആണ്. ആൻഡ് xenonന്റെ വാലൻസ് ഇലക്ട്രോൺസ് അറിയാം 8. നോബൽ ഗ്യാസ് അല്ലേ, സോ 8. മോണോവാലന്റ് സ്പീഷീസ് ഫ്ലൂറിൻ ആണ്, ഹാലജൻ ആണ്. സോ 4 by 2. സോ 12 by 2 will be equal to 6. 6 ആകുമ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞതുപോലെ
ജോമെട്രി ഒക്ടാഹീഡ്രൽ. ഒക്ടാഹീഡ്രൽ ഞാൻ ഷോർട്ട് ഫോം യൂസ് ചെയ്യണേ, OH. ഓക്കെ, ഒക്ടാഹീഡ്രൽ ആണ്. ഇനി ഇവിടെ നമുക്ക് വീണ്ടും വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബോൺ പെയറും ലോൺ പെയറും കണ്ടുപിടിക്കുകയാണെങ്കിൽ ബോൺ പെയർ സെൻട്രൽ ആറ്റം ഉണ്ട്. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ആറ്റംസ് ഉണ്ട്? 4 ആണ്. സോ xenon forms 4 bonds. So Bp is equal to 4 Lp. Lp എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ 6 മൈനസ് ബോണ്ട് പെയർ 4 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 2. സോ ഇതും കിട്ടി, ബോണ്ട് പെയറും കിട്ടി, ലോൺ പെയറും കിട്ടി. ഇനി 6 ആകുമ്പോൾ ഒക്ടാഹീഡ്രൽ ആയിരിക്കുമല്ലോ. സോ xenon 1 2 3 4 1 and 2. ഇതാണ് ഒക്ടാഹീഡ്രൽ സ്ട്രക്ചർ. പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു, 4 ബോണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് 2 ബോണ്ടിനെയാണ് നമുക്ക് കളയേണ്ടത്. 2 ലോൺ പെയർ. വീണ്ടും പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ആക്സിസ് വിൽ ബി മാക്സിമം എപ്പാർട്ട്. ലോൺ പെയറിനെ എപ്പോഴും മാക്സിമം എപ്പാർട്ട് തന്നെ കീപ്പ് ചെയ്യണം. സോ അപ്പ് ആക്സിസ് 2 ലോൺ പെയർസ് ഉണ്ട്. അപ്പൊ 2 ലോൺ പെയർ എളുപ്പം മുകളിലത്തെ ആക്സിസ് നമുക്ക് മാറ്റാം, താഴത്തെ ബോണ്ട് നമുക്ക് മാറ്റാം, അപ്പ് ആൻഡ് ഡൗൺ. സോ ഐ എം റിമൂവിംഗ് ദിസ്. സോ ഇവിടെയും ഒരു ലോൺ പെയർ വരുന്നു, ഇവിടെയും ഒരു ലോൺ പെയർ. സോ കിട്ടുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ പോലുണ്ട്. സോ ഇതിനെ നമുക്ക് സ്ക്വയർ പ്ലെയിനാർ എന്ന് വിളിക്കാം. സ്ക്വയർ പ്ലെയിനാർ. അപ്പൊ വീണ്ടും ഒക്ടാഹീഡ്രൽ ആയിരുന്നു ഇവരുടെ ഒറിജിനൽ ജോമെട്രി. ആ ഒക്ടാഹീഡ്രൽ മാറി ഇപ്പോൾ എന്തുകൊണ്ട് ഡിസ്റ്റോർട്ട് ചെയ്തു? എന്തുകൊണ്ട് ഡിസ്റ്റോർട്ട് ചെയ്യുന്ന? ഇവിടെ 2 ലോൺ പെയർസ് വരികയാണ്. ഈ 2 ലോൺ പെയർസ് 1 above the axis, 1 below the axis കീപ്പ് ചെയ്തു. സോ ദാറ്റ് our shape becomes now square planar.